എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തോന്നിയതാണ്, അപ്പം കുറേ പേരിങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ ആ ഒരു സെർച്ചിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കുറേ കുട്ടികളുണ്ടാവും. ഞാൻ ജസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെയും നോളജ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരുവിധം മുതിർന്ന ആൾക്കാർക്ക് ഞാനീ പറയണത് കണക്റ്റ് ആവാൻ തീരെ ചാൻസ് ഇല്ല. പക്ഷേ എൻ്റെ ഏജിലൊക്കെയുള്ള എൻ്റെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ കണക്റ്റ് ആവും. ചില കാറ്റഗറി ഓഫ് ഗേൾസ് ഉണ്ടാവും ഹൂ വോണ്ട്സ് ടു ഗെറ്റ് മാരീഡ്. ഒരു ലൈഫിലൊരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുറേ ന്യൂസുകളും കുറേ കൊളീഗ്സിൻ്റെ അവസ്ഥകളും, അല്ലെങ്കിൽ കല്യാണം കഴിച്ച എല്ലാവരും മിക്കവാറും ഒരു 90% ആൾക്കാരും പറയാം, ഗേൾസ് 90% ആൾക്കാരും പറയാം, വേണ്ടടി കഴിക്കണ്ട, കല്യാണം കഴിക്കണതിന് മുമ്പ് എൻജോയ് ചെയ്തോ. അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും അങ്ങനെ ഒരു അഡ്വൈസ് ആയിരിക്കും ഈ പ്രായത്തിലുള്ള ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ പാർട്ട്ണറിനെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തരിക. എല്ലാവരും പറയണം, അയ്യോ കറക്റ്റ് ആളെ കിട്ടണത് ഒരു ഭാഗ്യമാണ്, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെയൊക്കെ പറയണേക്കാം. ഇവിടെ എൻ്റെ ഒരു മെയിൻ അജണ്ട, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന ആൾ ഒരു ലക്കിലൂടെ അല്ല നമുക്ക് കിട്ടുന്നത്. പൂർണ്ണ ബോധത്തോടെയും മനസ്സോടെയും ഒക്കെ നമുക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റും. റൈറ്റ് പേഴ്സണെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് വേണ്ട എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്, എനിക്ക് അതാണ് മനസ്സിലായിരിക്കുന്നത്. ഒന്നും നമ്മുടെ ലക്ക് കൊണ്ട് കിട്ടണവരൊക്കെ ആയിരുന്നിരിക്കാം പണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറയണത് ഒരു ലക്കിൻ്റെ കളിയല്ല. ലൈക്ക് അങ്ങനെ നമുക്ക് ഓക്കെ പണ്ടത്തെ പോലെ അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്യാണ് നമ്മുടെ പാരൻസിനെയൊക്കെ പോലെ ഇങ്ങനെ ഒരാളെ റാൻഡമായിട്ട് കണ്ടുപിടിക്കുന്നു, ആളുടെ ജോലി നോക്കുന്നു, സാഹചര്യം നോക്കുന്നു, ഓക്കെ കല്യാണം കഴിച്ചോ എന്ന് പറയുന്നു. സംസാരിക്കാതെ പോലും ജസ്റ്റ് മര്യാദക്ക് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നത് ശരിയാ. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, അല്ല ചില സമയത്ത് സക്സസ്ഫുൾ എന്നുള്ളൊരു സംഭവമില്ല, ഇവരൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കലാണ് ഭൂരിഭാഗം ആൾക്കാരും. അല്ല ഇനിയിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ പറയും അതൊക്കെ ഒരു ഭാഗ്യം. ഈ ഒരു ജനറേഷൻ മുതൽ ഇനി അതൊരു ഭാഗ്യമാണെന്നുള്ളൊരു സംഭവമല്ല ഞാൻ പറയുന്നത്. ഇത് സ്വന്തമായിട്ട് ഗേൾസ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കണം. അതായത് അതിനുള്ള അക്കൗണ്ടബിലിറ്റി, ആ ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഈസി അല്ല. ഒരിക്കലും നമുക്ക് മെച്യൂരിറ്റി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും 4 ആൾക്കാരെ കണ്ട് വിലയിരുത്താനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കറക്റ്റ് ആളെ ചൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് കല്യാണ ജീവിതം വേണം, നിങ്ങൾക്ക് കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ. ഒരു ഭാര്യ എന്നാൽ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ വരാം, അതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്കുണ്ടോ? അതൊക്കെയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. എനിക്കൊരു പാർട്ട്ണറിനെ വേണം എന്നുള്ള ആഗ്രഹം പോലെ തന്നെ എനിക്കൊരു നല്ല പാർട്ട്ണർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വേണം. ഞാനിപ്പോൾ ഭാര്യ ആവണം എന്നുള്ള ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും, പേട്രിയാർക്കി അതും ഇതൊക്കെ. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഒരാളെ സ്നേഹിക്കാൻ പൂർണ്ണ മനസ്സോടെയും ആത്മാവോടെയും ഒക്കെ സ്നേഹിക്കാൻ നിങ്ങളും റെഡിയാണോ എന്ന് ഫസ്റ്റ് ചോദിക്കണം. കാരണം ഞാൻ ഈ പോയിന്റ് പറയാൻ കാര്യം, കുറേ പെൺകുട്ടികൾ ഇങ്ങനെ പാതി മനസ്സോടെ എന്താണ് ഇതിനെ പാരൻസ് പറയുന്നത് കല്യാണം കഴിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ ഇപ്പോഴും കല്യാണം കഴിക്കണവരുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു വെഡ്ഡിങ് എല്ലാവരും വിളിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിക്കണവരുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ ലോ അനുസരിച്ചിട്ട് കല്യാണം ഈസി സംഭവമല്ല. ലൈക്ക് നമ്മുടെ കരിയറിനേക്കായും നമ്മളുടെ 10ാം ക്ലാസ് +2 പിന്നെ എടുക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചോയ്സിനേക്കായും നമ്മളുടെ ജീവിതം മാറ്റി പറിക്കാനുള്ള കഴിവ് മാരേജിനുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ പോയി എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾ അതിന് റെഡിയാണോ, നിങ്ങൾക്ക് മാരേജ് ലൈഫിനെ പറ്റി ഉള്ള ഒരു അവെയർനെസ് ഉണ്ടോ, അതൊക്കെ നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, പാർട്ട്ണറിനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ സ്വന്തം സ്വഭാവം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. സെൽഫ് അവെയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനത്തെ പാർട്ട്ണറിനെ വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എന്താണ്, നിങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ് എന്താണ്, നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റാത്തത് എന്താണ്. ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരാൾ ഭയങ്കര സിമ്പിളായിട്ട് എടുക്കുമായിരിക്കും, പക്ഷെ വേറൊരു വാല്യൂ സിസ്റ്റത്തിൽ വളർന്ന ഒരാൾക്ക് അത് ഭയങ്കര വലിയ കാര്യമായിരിക്കും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.
അതൊക്കെ ഓരോരുത്തരുടെ വാല്യൂ സിസ്റ്റം, പ്രിഫറൻസ്, അതൊക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് മനസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാലും കുഴപ്പമില്ല, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഓക്കെ, ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. അപ്പോൾ ഞാനിപ്പോൾ ആളെ നോക്കാൻ പോവാണ്, മാട്രിമോണി ഓർ ഡേറ്റിംഗ് ഓർ എനിത്തിങ്. അപ്പോൾ ഞാൻ നോക്കുന്ന ആൾക്ക് വേണ്ട ഞാൻ നോക്കുന്ന ആൾക്ക് വേണ്ട ഗുണങ്ങൾ എന്താണ്? അതിൽ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എനിക്ക് ഒട്ടും നെഗോഷ്യബിൾ അല്ലാത്ത ഗുണം എന്താണ്? ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഈ മനുഷ്യനിലില്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിക്കാനേ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. എന്നാലേ അത് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അതിൽ നമുക്ക് ഒട്ടും നെഗോഷ്യബിൾ അല്ലാത്ത ക്വാളിറ്റീസ് ഒന്നും ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അതായത് ചിലപ്പോൾ ചില പ്രലോഭനങ്ങൾ വരാം. ചിലപ്പോൾ ഒരാൾക്ക് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നല്ല ജോലി, നല്ല എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ, പക്ഷേ ആൾക്ക് ഈ ഒരു ക്വാളിറ്റി ഇല്ല, പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഇതെൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് ആയിരുന്നു, എന്നാൽ അതപ്പോൾ റോങ് ഡിസിഷനായി മാറും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുക. അതപ്പോൾ ആര് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്താലും, പാരൻസ് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്താലും, ഫ്രണ്ട്സ് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്താലും, നിങ്ങൾക്ക് ആ ഒരു ഗട്ട് ഫീലിംഗ് ഈ ആളിൽ ഈ ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരിക്കലും അത് പ്രൊസീഡ് ചെയ്യാണ്ടിരിക്കും. പിന്നെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ച് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് അയാളെ പറ്റി പറയുന്ന കാര്യങ്ങളും കൊണ്ടൊന്നും അത്രയും ജെന്വിനായിട്ട് ആരെ പറ്റി പറയാൻ പറ്റും? ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ജെന്വിനായിരിക്കുമേ, പക്ഷേ ആ ആളെ പറ്റി വലിയ ബോധം ഉണ്ടാവില്ല, സെൽഫ് അവയർനെസ് ഉണ്ടാവില്ല. അപ്പോൾ ആൾ വിചാരിക്കുക ഇന്ന സിറ്റുവേഷൻസിൽ ഞാൻ ഇങ്ങനെയായിരിക്കും, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷേ ശരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ റിയാക്ട് ചെയ്യാൻ പോകണമെന്ന് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക. ചുമ്മാ ഹാവ് ഫൺ എന്നുള്ളൊരു സംഭവമല്ല. നല്ലോണം ഹോംവർക്ക് ചെയ്യുക, നല്ലോണം ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൻ്റെ പ്രശ്നമാണ്. ഒരു കരിയറൊക്കെ ആവാനായിട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ദൂരം ഇരുന്ന് ഹോംവർക്ക് ചെയ്യും, ദൂരം സെർച്ച് ചെയ്യും. ഇത് ഭയങ്കര ട്രെയിനിങ് പരിപാടിയൊക്കെ ആയിരിക്കാം. ഈ മാട്രിമോണിയിലൊക്കെ സെർച്ച് ചെയ്ത് ഒരിക്കലും ആദ്യത്തെ സമയങ്ങളിൽ തന്നെ നമുക്ക് ആളെ കിട്ടണമെന്നില്ല. കുറേ ഇരുന്ന് സെർച്ച് ചെയ്യേണ്ടി വരും, കുറേ ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് കുറേ അറിവുകൾ കിട്ടുകയാണ്. കുറേ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഒരിക്കലും ധൃതി കാണിക്കാതിരിക്കുക. ധൃതി കാണിച്ചിട്ടൊന്നും കിട്ടാനില്ല. കാരണം ധൃതി കാണിച്ചിട്ട് വെറുതെ ഒരു ജീവിതം അങ്ങോട്ട് പഴക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പാടാ ഇന്ത്യയിൽ മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ചിലർ ചോദിക്കാം, എത്രയൊക്കെ സംസാരിച്ചാലും ഞങ്ങൾ 6 മാസം സംസാരിച്ചു, ഞങ്ങൾക്ക് ഇത്ര ഗ്യാപ്പ് ഉണ്ടായി, 1 വർഷം സംസാരിച്ചു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല, കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ പറഞ്ഞൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കണതിന് മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യമില്ല. അവരുടെ പ്രവൃത്തി നിങ്ങൾ ഒബ്സർവ് ചെയ്തോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചോ? അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചോ? വേറൊരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ അവർക്ക് അതിനോടുള്ള അഭിപ്രായം, അവരുടെ മൈൻഡ് വരുന്ന രീതി, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്തോരം ഒബ്സർവ് ചെയ്തു? അതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർപ്രൈസ് ആവും. നമുക്ക് വലിയൊരു സർപ്രൈസ് ഇട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നുള്ളൊരു സർപ്രൈസ് ആയിപ്പോവും. നമ്മൾ അത്രയും ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യം. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാതെ കല്യാണം കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് എനിക്ക് ജോലി കിട്ടി, ഇനി അടുത്തത് കല്യാണം എന്നുള്ളതല്ല. ജോലി കിട്ടി കുറച്ച് വർഷം ഒന്ന് വർക്ക് ചെയ്യുക. കുറച്ച് വർഷം ശരിക്കും ആ ഒരു ജോലി ചെയ്യണ ജീവിതം ഒന്ന് കണ്ടറിയുമ്പോൾ കുറേ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും. ഈ കോളേജിൽ കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതോ അതൊന്നുമല്ല. നമ്മൾ ശരിക്കും നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കുറേ ലെസൺസ് മനസ്സിലാവും. നമ്മളുടെ ജനറേഷൻ അല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ രീതികൾ, അല്ലെങ്കിൽ എന്താണ് ജീവിതം, കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈം നമുക്ക് അഡൾട്ട് ലൈഫിൽ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന മെച്യൂരിറ്റി തന്നെ. ഈ മെച്യൂരിറ്റി കൊണ്ടിട്ടാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ലോകം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രസക്തമല്ലാതെ ആയിപ്പോവും. മാരേജ് ഒരിക്കലും റഷ് ചെയ്യാണ്ടിരിക്കുക. അത് ലൈഫിനെ മാറ്റിമറിക്കുന്നൊരു കാര്യം. ഒരിക്കലും റഷ് ചെയ്യരുത്. നല്ല സമയമെടുക്കുക. നമുക്ക് മനസ്സിന് ശരിക്കും നമുക്ക് സ്ത്രീകൾക്കൊരു അസാമാന്യ കഴിവുണ്ട്. ആ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടുന്നത് തന്നെ നമ്മളുടെ ഈ അനുഭവങ്ങളൊക്കെയാണ്. ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക്
തിരഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ അത്യാവശ്യം നല്ലൊരു പ്രായമായി, പക്വതയായതിനു ശേഷം നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നോ അതിൽ നിന്ന് വരുന്ന എല്ലാ നല്ലതും ചീത്തതും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനും റെഡിയാവുക. സ്വന്തമായിട്ട് എടുക്കേണ്ടത് ഏറ്റവും വലിയ തീരുമാനമാണ് ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത്. അത് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇടരുത്. നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളായിരിക്കണം അതിൽ ആക്റ്റീവ്. അത്ര ആക്റ്റീവാണ്. ഇതൊക്കെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഭയങ്കര നമുക്ക് ടയറിങ് ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷെ എന്നാലും എത്രയൊക്കെ ടയറിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ആ തീരുമാനം ചുമ്മാ റാൻഡമായിട്ട് എടുക്കാണ്ടിരിക്കുക, അത് ലക്കിന് വിട്ടുകൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇയാളുടെ ഇത്ര ശതമാനം എനിക്ക് ഓക്കെയാണ്, ഇയാളുടെ ഇത്ര നെഗറ്റീവ്സ്, അതും മനസ്സിലാക്കുക, നെഗറ്റീവ്സും മനസ്സിലാക്കുക. ഈ നെഗറ്റീവ്സ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതിങ്ങനെയൊക്കെയാണ്, ഇയാളുടെ ഫാമിലി ഡൈനാമിക്സ് ഇങ്ങനെയൊക്കെയാണ്, ഇയാളുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെയാണ്. അപ്പോൾ എനിക്കിത് ഓക്കെ ആണെന്നൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാരേജ് കൗൺസിലിംഗ് എടുക്കുക. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ പാരൻസിൽ നിന്ന് കാണുന്നതും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിൽ നിന്ന് കാണുന്നതും, അതേപോലെ തന്നെ അതിലൊക്കെ ഉപരി ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഗൈന കൗൺസിലിംഗ് കൊടുക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.